ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് നാളായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഫീച്ചർ ബീറ്റ വെർഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റോട് കൂടി എല്ലാ ഫോണിലെ വാട്സപ്പിലും ആ ഫീച്ചർ അണേബിൾ ആയിട്ടുണ്ട്. ആ ഫീച്ചർ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതെങ്ങനെ അണേബിൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് വാട്സപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് ലോക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് ബീറ്റ വെർഷനിലായിരുന്നു, അതായത് ഡെവലപ്പിംഗ് സ്റ്റേജിലായിരുന്നു അവരിത് ഇത്ര നാൾ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് എല്ലാ ഫോണിലും എല്ലാ വാട്സപ്പിലും അണേബിളാണ്. ഇതെങ്ങനെ അണേബിൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ലോക്ക് തുറക്കുകയാണ്. ശേഷം നമ്മുടെ വാട്സപ്പിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 3 ഡോട്ട് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം അക്കൗണ്ട് എന്നുള്ളതിൽ പ്രൈവസി കൊടുക്കുക. ശേഷം ഇവിടെ ഏറ്റവും സ്ക്രോൾ ചെയ്ത് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോൾ കാണാം. മുൻപ് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അത് ഡിസേബിൾ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് അണേബിൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് ഫോണിൽ വയ്ക്കുക. ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി ലോക്ക്, ഇത് എപ്പോൾ ലോക്ക് ആവണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇമീഡിയറ്റ്ലി പെട്ടെന്ന് നമുക്ക് ഇത് ലോക്ക് ആവണോ, വാട്സപ്പിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലോക്ക് ആവണോ, അതോ ആഫ്റ്റർ 1 മിനിറ്റ് 1 മിനിറ്റിന് ശേഷം ലോക്ക് ആവണോ, അതോ ആഫ്റ്റർ 30 മിനിറ്റിന് ശേഷം ലോക്ക് ആയാലും മതിയോ എന്നുള്ളത് അവർ ചോദിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് തിരിച്ചു വരാം. ഇനി എപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയാലും ഈ ഒരു ഫീച്ചർ വരും. അതായത് ഫിംഗർ പ്രിൻറ്റ് ലോക്കിംഗ് സംവിധാനം എപ്പോൾ ഓപ്പൺ ആക്കിയാലും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിൻ്റെ ഇതിനുവേണ്ടി സെക്യൂർ ആയിരിക്കും വാട്സപ്പ്. പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വാട്സപ്പ് നമ്മുടെ പെട്ടെന്ന് വന്ന് തുറന്ന് നോക്കില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി മാറ്റാവുന്നതുള്ളൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഇത് പോയിട്ട് എനേബിൾ ചെയ്തിട. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരുപാട് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിനും കൂടി സേഫ് ആവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.